ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം കേരള പാഠാവലിലെ യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2ൻ്റെ പേര് നടുക്കിൽ തിന്നാം. അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ. ഇതിൻ്റെ മുഴുവൻ പാഠഭാഗ പ്രവർത്തനങ്ങളും ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. പാഠഭാഗവുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളും അതേപോലെ തന്നെ കോയയുടെ കഥാപാത്ര നിരൂപണം, പാഠഭാഗത്തിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, പ്രവാസവും കോയയും ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കുക, നാട്ടിൽ നിന്ന് ഭാര്യയുടെ കത്ത് കിട്ടിയ ഉടനെ തന്നെ കോയ മുതലാളിയെ സമീപിച്ച് അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം നൽകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കോയക്ക് സന്തോഷം നൽകിയ വാർത്ത എന്തായിരുന്നു? ഒന്നാമത്തെ ഓപ്ഷൻ, നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധനം ലഭിച്ചത്, ഭാര്യയ്ക്ക് ജോലി ലഭിച്ചത്, തനിക്കൊരു മകൻ ജനിച്ചത്, മുതലാളി ശമ്പളം വർദ്ധിപ്പിച്ചത്. അപ്പോൾ പാഠം വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈസി ആയിട്ട് ഉത്തരം എഴുതല്ലേ. എന്താണ് കോയയ്ക്ക് സന്തോഷം നൽകിയത്? നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധനം കിട്ടിയതാണോ? അല്ല. ഭാര്യയ്ക്ക് ജോലി ലഭിച്ചതാണോ? അല്ല. തനിക്കൊരു മകൻ ജനിച്ചതാണ് കോയയ്ക്ക് സന്തോഷം നൽകിയ വാർത്ത. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. കോയയുടെ മകന് നൽകാൻ ആഗ്രഹിച്ച പേര് എന്തായിരുന്നു? അബ്ദുള്ള കോയ, മുഹമ്മദ് കോയ, യൂസഫ് കോയ, ഇവയെല്ലാം. അപ്പോൾ കോയ തൻ്റെ മകന് നൽകാൻ ഉദ്ദേശിച്ച പേരെന്തായിരുന്നു? അബ്ദുള്ള കോയ. ഇനി അടുത്ത ചോദ്യം, കോയയുടെ ആദ്യത്തെ മകൻ എങ്ങനെയാണ് മരിച്ചത്? അപകടത്തിൽ, തീവണ്ടി തട്ടി, രോഗം ബാധിച്ച്, വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? തീവണ്ടി തട്ടിയിട്ടാണ് മരിച്ചത്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. കോയ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കൾ എവിടെ വെച്ചാണ് വിൽക്കാൻ ശ്രമിച്ചത്? കടയിൽ, വീട്ടിൽ, മാർക്കറ്റിൽ, ബസ് സ്റ്റോപ്പിൽ. നമുക്കറിയാം മാർക്കറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം വിൽക്കാൻ ശ്രമിച്ചത്. ഇനി അടുത്ത ചോദ്യം, കഥയിലെ പ്രധാന കഥാപാത്രമായ കോയ ഏത് രാജ്യത്താണ് ജോലി ചെയ്യുന്നത്? എവിടെയാണ്? സൗദി അറേബ്യ, UAE, ഖത്തർ. അപ്പോൾ ശരിയായ ഉത്തരം എവിടെയാണ്? UAEയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം ഇതാണ്. തൻ്റെ ആഹ്ലാദം കെട്ടടങ്ങിയപ്പോൾ കോയ നടപ്പാതയിൽ ഇരിക്കാൻ കാരണം എന്തായിരുന്നു? സാധനങ്ങൾ മോഷണം പോയതുകൊണ്ട്, പാഴ്സൽ അയക്കാൻ പണം തികയാത്തത് കൊണ്ട്, മുതലാളി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് കൊണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ. തൻ്റെ ആഹ്ലാദം കെട്ടടങ്ങിയപ്പോൾ കോയ നടപ്പാതയിൽ ഇരിക്കാൻ കാരണം എന്താണ്? പാഴ്സൽ അയക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ വിൽക്കാൻ കോയ തീരുമാനിച്ചത് എന്തിനു വേണ്ടിയാണ്? നാട്ടിലേക്ക് അയക്കാൻ, പണം ഉണ്ടാക്കാൻ, സ്വന്തം ആവശ്യങ്ങൾക്കായി, കടം വീട്ടാൻ, ഭക്ഷണം വാങ്ങാൻ. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? നാട്ടിലേക്ക് അയക്കാൻ, പണം ഉണ്ടാക്കാനാണ് ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ വിൽക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. കോയയുടെ ഭാര്യ കത്തിൽ ആവശ്യപ്പെട്ട പ്രധാന കാര്യം എന്തായിരുന്നു? ഒരു വീട് പണിയാൻ പണം അയക്കാൻ, മകന് ഒരു പേരിടാൻ, വീട്ടു ചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കും പണം അയക്കാൻ, നാട്ടിലേക്ക് വേഗം വരാൻ. ശരിയായ ഉത്തരം എന്താണ്? വീട്ടു ചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കുമായി പണം അയക്കാനാണ് കോയയുടെ ഭാര്യ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. കോയയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്തെല്ലാമായിരുന്നു? എന്തൊക്കെയായിരുന്നു? ഒരു ടങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പും, കുഞ്ഞുടുപ്പുകൾ മാത്രം വില കൂടിയ വസ്ത്രങ്ങൾ, മേശയും കസേരയും. പക്ഷേ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കോയയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന വസ്തുക്കൾ എന്താണ്? ഒരു ടങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പും ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കോയയുടെ കഥാപാത്ര നിരൂപണം വ്യക്തമാക്കാനാണ്. അപ്പോൾ നമ്മൾ കോയ എന്ന കഥാപാത്രത്തെയാണ് ഈ പാഠഭാഗത്തിൽ ഉടനീളം കാണുന്നത്. അപ്പോൾ കോയയുടെ ഒരുപാട് സ്വഭാവ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് കഥാപാത്ര നിരൂപണം എഴുതാം. അബ്ദുൽ ഹാമിദ് അഹമ്മദിൻ്റെ കുടിയേറ്റക്കാരൻ്റെ വീട് എന്ന കഥയിലെ കോയ കേവലം ഒരു കഥാപാത്രമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള അനേകം പ്രവാസികളുടെ പ്രതിനിധിയാണ്. മരുഭൂമിയിലെ ചൂടിൽ വിയർപ്പൊഴുക്കി സ്വപ്നങ്ങൾ മുകളിൽ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രതീകമാണ് കോയ. അയാളുടെ ജീവിതം പ്രവാസത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും വരച്ചു കാട്ടുന്നു. കഠിനാധ്വാനം, പ്രതീക്ഷ, നിസ്സഹായത, ഒടുവിൽ ഒറ്റപ്പെടലും.
കോയ എന്ന കഥാപാത്രം ഒരു പ്രവാസിയുടെ എല്ലാ ദുരിതങ്ങളും പ്രതീക്ഷകളും പേറുന്നവനാണ്. കഠിനാധ്വാനിയും സ്നേഹസമ്പന്നനുമായ ഒരു സാധാരണ മനുഷ്യനാണ് അയാൾ. 14 വർഷം മുമ്പ് മകനെ നഷ്ടപ്പെട്ട വേദന മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴും പുതുതായി പിറന്ന മകന് അയാൾ പ്രതീക്ഷ കണ്ടെത്തുന്നു. സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിലും മകനും ഭാര്യയ്ക്കും നല്ലൊരു ജീവിതം നൽകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുമ്പോഴും കടം വാങ്ങി സാധനങ്ങൾ വാങ്ങി നാട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കുന്ന അയാളുടെ വാത്സല്യം വലുതാണ്. എന്നാൽ ദാരിദ്ര്യവും നിസ്സഹായതയും അയാളുടെ സന്തോഷം കെടുത്തി കളയുന്നു. പ്രതീക്ഷയും നിരാശയും മാറി മാറി വരുന്ന ജീവിതയാത്രയിലെ ഒരുപാട് പ്രവാസികളുടെ പ്രതിനിധിയാണ് കോയ. താൻ പണി കഴിപ്പിച്ച തെരുവിൽ പോലും അയാൾ ഒറ്റപ്പെടുകയും അലഞ്ഞു തിരികെയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നമ്മൾ വായിച്ചല്ലോ. ഇതുപോലെ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ നിങ്ങളും ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണ്? പാഠഭാഗത്തിന് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ് ഈ പാഠഭാഗത്തിൻ്റെ ആസ്വാദന ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമ്മളിതുവരെ ചർച്ച ചെയ്തതൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം നോക്കാം. കോയയുടെ ജീവിതം ഒരു പ്രവാസിയുടെ നേർക്കാഴ്ച. അബ്ദുൽ ഹാമിദ് അഹമ്മദിൻ്റെ കുടിയേറ്റക്കാരൻ്റെ വീട് എന്ന കഥയിലെ കോയ കേവലം ഒരു കഥാപാത്രമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള അനേകം പ്രവാസികളുടെ പ്രതിനിധിയാണ്. മരുഭൂമിയിലെ ചൂടിൽ വിയർപ്പൊഴുക്കി സ്വപ്നങ്ങൾക്ക് മികയി സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രതീകമാണ് കോയ. അയാളുടെ ജീവിതം പ്രവാസത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും വരച്ചു കാട്ടുന്നു. കഠിനാധ്വാനം, പ്രതീക്ഷ, നിസ്സഹായത, ഒടുവിൽ ഒറ്റപ്പെടലും. 14 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട മകൻ്റെ ഓർമ്മകൾ പേറിയാണ് കോയ ജീവിക്കുന്നത്. പുതിയ മകൻ ജനിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ നിറയെ സന്തോഷവും പ്രതീക്ഷകളും ആയിരുന്നു. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. മകനും ഭാര്യയ്ക്കും വേണ്ടി വാങ്ങിയ ചെറിയ സമ്മാനങ്ങൾ പോലും നാട്ടിലേക്ക് അയക്കാൻ പണമില്ലാതെ അയാൾ വിഷമിക്കുന്നു. ഈ നിസ്സഹായത ഒരുപാട് പ്രവാസികളുടെ ജീവിതത്തിലെ സാധാരണ കാഴ്ചയാണ്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിക്കുമ്പോഴും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. താൻ പണിയെടുത്ത തെരുവുകളിൽ തന്നെ സാധനങ്ങൾ വിൽക്കാൻ നിർബന്ധിതനാകുന്ന കോയയുടെ അവസ്ഥ പ്രവാസി സമൂഹത്തിൻ്റെ ദുരിതത്തിൻ്റെ ആഴം കാണിക്കുന്നു. അവർ ഒരു നാടിൻ്റെ വളർച്ച കാരണമാകുമ്പോഴും പലപ്പോഴും ആ സമൂഹത്തിൽ അവർക്ക് ഒരിടമില്ലാതെ പോകുന്നു. ഈ കഥ കോയയുടെ വ്യക്തിപരമായ ദുരന്തത്തിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് ഒരുപാട് കോയമാരുടെ ജീവിതം ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ പ്രവാസിയുടെയും കഥയാണ് കോയയുടെ ജീവിതം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സംഭാഷണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കത്ത് കിട്ടി, അപ്പോൾ ഉടനടി മുതലാളിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോയ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കടന്നു വരുന്നു. മുതലാളി, എനിക്കൊരു മകൻ പിറന്നു. മുതലാളി തലയുയർത്തി പുഞ്ചിരിയോടെ. സന്തോഷം കോയ, എന്താ വിശേഷം? കോയ മുഖത്ത് വിടർന്ന ചിരിമായി. വിശേഷം അതാണ് മുതലാളി, എനിക്കിപ്പോൾ ഒരു മോനുണ്ട്. 14 കൊല്ലം മുമ്പേ എൻ്റെ ഒരു മകനുണ്ടായിരുന്നു, മുഹമ്മദ് കോയ. അവൻ ട്രെയിൻ തട്ടി മരിച്ചു. ഇതാ ഇപ്പോഴും. ശരി, ഇപ്പോൾ എന്താ കാര്യം? അത് പിന്നെ മുതലാളി, ഒരു ചെറിയ സഹായം ചോദിക്കാൻ വന്നതാണ്. ഒരു 100 ദിർഹം തരാമോ? ഈ മാസാവസാനം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു നൽകാം. മുതലാളി മേശവലിപ്പ് തുറന്ന് പണമെടുക്കുന്നു. ഇതാ പിടിച്ചോളൂ, നിൻ്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. കോയ പണം വാങ്ങി നന്ദിയോടെ. വളരെ നന്ദിയുണ്ട് മുതലാളി. അപ്പോൾ നമ്മൾ ഒരു സംഭാഷണം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓണപരീക്ഷയ്ക്കും അല്ലെങ്കിൽ യൂണിറ്റ് പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സംഭാഷണം നമുക്ക് വരാം. അതേപോലെ തന്നെ കോയയുടെ ജീവിതവും ഒരു പ്രവാസിയുടെ നേർക്കാഴ്ചയും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചിലപ്പോൾ ഉപന്യാസം എഴുതാൻ വരാം, ചിലപ്പോൾ ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കാനൊക്കെ വരാവുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കോയയുടെ കഥാപാത്ര നിരൂപണം. അപ്പം അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ പാഠം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് 8-10 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ 10 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങൾ മുഴുവൻ ചോദ്യോത്തരങ്ങളും കഥാസംഗ്രഹവും അതേപോലെ തന്നെ കഥ എഴുതാനും നാടകം ആക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനു മുമ്പേ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ലിങ്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കഥാസംഗ്രഹമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 6ാം ക്ലാസ്സിലെ എല്ലാ മലയാളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതേപോലെ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ചാനലെടുത്ത് അതിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും